ഡോക്ടർ മൂപ്പൻസ് ഗ്രൂപ്പ് ഹെൽത്ത് വാച്ചിലേക്ക് ഡോക്ടർ ലീല മഞ്ചേരിക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗൾഫിലെ ഇത് കാണുന്ന വനിതാ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച ചില ചോദ്യങ്ങളും സംശയങ്ങളും ഇന്ന് വിഷയമാക്കുകയാണ്. അടിസ്ഥാനപരമായി പല പദങ്ങളും ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ പറഞ്ഞു കേൾക്കുന്നതിൻ്റെ വ്യക്തമായ അർത്ഥമോ ആശയമോ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ കൂട്ടത്തിൽ കിട്ടിയ ഒന്നാണ് പാപ്പ് സ്മിയർ ടെസ്റ്റ്. ഇതൊരു പരിശോധന എന്ന് മാത്രം അറിയാം. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർക്ക് എന്താണ് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്താണ് ഈ പാപ്പ് സ്മിയർ ടെസ്റ്റ്? ഈ പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണത്. അതൊരു ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇപ്പോൾ ഈ വികസ്വര രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ, സ്ത്രീകളിലെ ക്യാൻസർ ഗർഭാശയ മുഖ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസറാണ്. ബ്രസ്റ്റ് ക്യാൻസറിന് സെക്കൻഡ് സ്ഥാനമാണ് സ്ത്രീകളിൽ കാണുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ അതേസമയം വികസിത രാജ്യങ്ങളിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഫസ്റ്റും സെക്കൻഡ് സെർവൈക്കൽ ക്യാൻസറാണ് വരുന്നത്. അപ്പോൾ ഈ സെർവൈക്കൽ ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള, അത് ക്യാൻസർ ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് ഇത്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊരു സ്ത്രീക്കും എപ്പോഴും ഈ പരിശോധനയ്ക്ക് വിധേയമാകാം? അതെ, വിധേയമാകാം. മാത്രമല്ല വിധേയമാകണം, അതാണ് നല്ലത്. ഇത് വളരെ സിമ്പിൾ, വളരെ ലളിതമാണ്, അധികം ചിലവില്ല, ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമില്ല. മാത്രമല്ല പേഷ്യൻ്റ് യാതൊരുവിധ പെയിനോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാവില്ല ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷും വുഡൻ ഒരു സ്പാറ്റുലയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സെർവിക്സ്, ഈ ഗർഭാശയ മുഖം എന്ന് പറയുന്നത് സെർവിക്സിൻ്റെ ഔട്ട്സൈഡ് പോർഷനിൽ നിന്നും കുറച്ച് ഇൻസൈഡ്, അതായത് സെർവിക്കൽ കനാൽ എന്നും ഓരോ സ്മിയർ എടുക്കും. ആ സ്മിയർ എടുത്തിട്ട് ഫിക്സ് ചെയ്ത് അത് സ്റ്റെയിൻ ചെയ്ത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ സെർവിക്സിലെ സെൽസ് നമുക്ക് ആ സ്മിയർ കിട്ടുന്നു. ഈ സെല്ല് അഥവാ കോശങ്ങളിൽ ഈ ക്യാൻസർ ആകുന്നതിന് ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങും. ഈ 15 വർഷം മുൻപ് തന്നെ ഈ സെൽസിലെ ചില ചേഞ്ചസ് വന്നു തുടങ്ങും. ഈ ചേഞ്ചസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഈ ചേഞ്ചസിന് നമ്മൾ, അതിനാണ് ഇപ്പോൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു വേർഡുണ്ട് CIN, സെർവൈക്കൽ IN, സെർവൈക്കൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലേസിയ എന്ന് പറയും. അത് തന്നെ പല സ്റ്റേജസ് ആയിട്ടുണ്ട്. അത് ഈ ചേഞ്ചസിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമുക്ക് സ്റ്റേജ് 1, 2, 3 അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഏതെങ്കിലും സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഈ CIN സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ക്യാൻസർ ആയിട്ടില്ല, നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേജ് ചിലത് ഈ 10 പറഞ്ഞല്ലോ 5, 10, 15 വർഷമൊക്കെ എടുക്കും ഒരു ക്യാൻസറായി മാറണമെങ്കിൽ. അത് ഡിപ്പെൻസ്. ഇപ്പോൾ സ്റ്റേജ് 3 ആണെങ്കിൽ അത്ര ഒരു 5 വർഷം കൊണ്ടൊക്കെ ക്യാൻസറായി പോവാം. അപ്പോൾ ഇങ്ങനത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അത് തന്നെ ഈ പറഞ്ഞ അഡ്മിഷൻ്റെ ആവശ്യമില്ല, വളരെ ചീപ്പ്, കോസ്റ്റ്ലി അല്ല ട്രീറ്റ്മെൻറ്റ്. വളരെ ലളിതമായിട്ട് OP ആയിട്ട് നമുക്ക് ചെയ്ത് വിടാം. പേഷ്യൻ്റ് വലിയ പെയിൻ ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതെ. അപ്പോൾ സർവീസിൻ്റെ ക്യാൻസർ വരാതെ നമുക്ക് അത് വളരെ ഏർലി സ്റ്റേജിലേ നമുക്ക് മാറ്റാം. ഇപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് ക്യൂറൊന്നും കിട്ടണമെന്ന് ഇല്ല. അത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിച്ചത് ട്രീറ്റ് ചെയ്യാം. അത് പിന്നെ വേറൊന്ന്, ഈ സർവീസിലെ ക്യാൻസർ മാത്രമല്ല ഇതുകൊണ്ട് കാണാൻ പറ്റുക. യൂട്രസിൻ്റെ ഉള്ളിൽ, ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള ക്യാൻസറും നമുക്കൊരു 30% വരെ കേസസ് നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും. കൂടാതെ വജൈന, യോനിയിലുള്ള ക്യാൻസർ, അത് കൂടാതെ വേറെ ചില ഇൻഫെക്ഷൻസ് ലൈക്ക് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ, പിന്നെ ചില ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ പല ഇൻഫെക്ഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ പറഞ്ഞ ഈ യൂട്രസിൽ വരുന്ന ക്യാൻസർ അതുപോലുള്ള ക്യാൻസറുകളെക്കാൾ കൂടുതൽ അളവാണോ ഈ സെർവിക്കൽ ക്യാൻസർ? അതെ, സെർവിക്കൽ ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്തൊക്കെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ ഈ പറയുന്ന വർഷങ്ങളിലൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്? അത് ഈ വളരെ ഏർലി സ്റ്റേജിൽ പേഷ്യൻ്റ് യാതൊരു സിംറ്റവും കാണുന്നില്ല. പക്ഷേ ചുരുക്കം ചിലർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ, വെജൈന ഇൻഫെക്ഷൻ എപ്പോഴും പറയും വൈറ്റ് ഡിസ്ചാർജ് പോകുന്നു, എന്ത് ട്രീറ്റ് ചെയ്തിട്ട് കുറയുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴേ നമുക്ക് സർവീസ് വിഷ്വലൈസ് ചെയ്താൽ അതിന് ചെറിയ കളർ ചേഞ്ചസ് കാണാൻ പറ്റും. അല്ലാതെ ഏർലി സ്റ്റേജിൽ യാതൊരു സിംറ്റം കാണുന്നില്ല. സിംറ്റം കണ്ടു തുടങ്ങുമ്പോഴേക്കും ഇത് ക്യാൻസർ ഒരു സ്റ്റേജ്, അത് ക്യാൻസർ ആയി കഴിഞ്ഞിരിക്കും. ഇപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഫൗൾ സ്മെല്ലിങ്, ചീത്ത സ്മെല്ലുള്ള ഡിസ്ചാർജ് വരിക, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരിക,
അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വളരെ ലേറ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ലേറ്റ് സ്റ്റേജിൽ നമുക്ക് കംപ്ലീറ്റ് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പാപ് സ്മിയർ ടെസ്റ്റ് എല്ലാ സാധാരണ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ ലഭ്യമാക്കാൻ എല്ലായിടത്തും ചെയ്യാം. ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ, അഡ്മിഷൻ ചെയ്യുന്ന ആവശ്യമില്ല, OP പ്രൊസീജിയറായിട്ട് ചെയ്യുന്നതാണ്, എല്ലാ ക്ലിനിക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഈ മൊത്തത്തിൽ ക്യാൻസറിൻ്റെ ആധിക്യം ഇപ്പോൾ എങ്ങനെയാണെന്ന് സമൂഹത്തിൽ ഒരുപാട് ജീവിത രീതി കൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന പല വിധത്തിലുള്ള ക്യാൻസർ ഉണ്ടാകുമല്ലോ, അതിൻ്റെ ആധിക്യം ഇപ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എത്രത്തോളം കൂടുതലായി വരുന്നു? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് സർവൈക്കൽ ക്യാൻസർ നമ്മൾ ഇത് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനത്തെ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് വളരെ കൂടുതലായിരുന്നു. അത് വളരെ ലേറ്റ് സ്റ്റേജസിലാണ് നമ്മൾ കാണാറുണ്ടായിരുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ഇത് മുന്നിലെ ബ്ലാഡറിലേക്ക്, ബാക്കിൽ റെക്റ്റം, ഇത് മലാശയം, അങ്ങോട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് ആ സ്റ്റേജിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം അത്രയും സീരിയസ് ആയിട്ട് കാണാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ പേഷ്യൻ്റ് ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻ്റാണെങ്കിൽ ആദ്യം ഈ സ്മിയർ എടുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇത് കണ്ടുപിടിച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അധികം കേസസ് കാണുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് വളരെ കൂടുതലായിരുന്നു കേസ് കണ്ടിരുന്നത്. ഒരു ബിയോണ്ട് 40, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ എപ്പോഴും ഇത് പല സ്ത്രീകളെയും നമ്മൾ കാണാറുണ്ടായിരുന്നു ഇങ്ങനെതായിട്ട്. ഇപ്പോൾ സാധാരണ ഡെലിവറിക്കൊക്കെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ പരിശോധന കൂടെ നടക്കുന്നുണ്ടോ? ഡെലിവറിക്ക് വരുമ്പോഴും ഡെലിവറിയുടെ സമയത്തല്ല, പക്ഷെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ആദ്യം വരുമ്പോൾ തന്നെ ഒരു സ്മിയർ എടുക്കണം എന്നാണ്. പിന്നെ അത് കൂടാതെ പിന്നെ ചില പേഷ്യൻസ് വരുമ്പോൾ പറയാറുണ്ട്, ഇത് ഡോക്ടറെ എനിക്കിപ്പം ഞങ്ങൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ഒരു സ്മിയർ എടുക്കണം. അപ്പോൾ പറയും, ഡോക്ടറെ എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് എടുക്കുന്നത്? പക്ഷേ കംപ്ലൈൻറ്റ് വരാൻ നമ്മൾ കാത്തിരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് പ്രായത്തിൽ ഒരു സ്ത്രീ ലൈംഗിക ബന്ധം തുടങ്ങുന്നോ, ലൈംഗിക ജീവിതം തുടങ്ങുന്നോ, അപ്പോൾ തുടങ്ങി എല്ലാ വർഷവും ഈ സ്മിയർ എടുത്തിരിക്കണം. അങ്ങനെ ഒരു 3 സ്മിയർ നെഗറ്റീവായി കിട്ടിയാൽ, അതായത് നോർമലായി കിട്ടിയാൽ, പിന്നെ നമ്മൾ എല്ലാ വർഷവും എടുക്കണമെന്നില്ല. ഒരു 3 വർഷത്തിലൊരിക്കൽ ഒരു സ്മിയർ എടുത്താൽ മതി. അതിപ്പോൾ ഈവൻ ഗർഭപാത്രം റിമൂവ് ചെയ്ത സ്ത്രീ ആണെങ്കിൽ കൂടെ ഈ സ്മിയർ എടുക്കണം. എന്താ വെച്ചാൽ വജേന ഉണ്ടല്ലോ, വജേനയിലെ ക്യാൻസർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഇത് ഇങ്ങനെ 3 വർഷത്തിൽ ഒരിക്കൽ എടുക്കാം. പക്ഷെ ചിലവരുണ്ട് ഇത് ക്യാൻസർ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള സ്ത്രീകളുണ്ട്, റിസ്ക് കൂടുതലുള്ള സ്ത്രീകൾ. അവർ എല്ലാ വർഷവും സ്മിയർ എടുത്തിരിക്കണം. ഇപ്പോൾ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ഭയാനകമായ ചിന്തകൾക്ക് കാരണം ആകുന്നതായിരിക്കാം. എങ്കിലും ഇതിപ്പോൾ ശ്രദ്ധിക്കാതെ കണ്ട്, ഒരിക്കലും പരിശോധിക്കാതെ കണ്ട് ഈ സെർവിക്കൽ ക്യാൻസറിൻ്റെ അങ്ങേയറ്റം ആകുന്ന ഒരു സ്റ്റേജ് ആർക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ മാരകമായ അവസ്ഥയായിരിക്കും സ്ത്രീ അനുഭവിക്കേണ്ടി വരിക? ഭയങ്കര ഇതായിരിക്കും. ബിക്കോസ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഫ്രണ്ട് സൈഡിലേക്ക്, ബിക്കോസ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഈ മൂത്രസഞ്ചിയുടെയും മലാശയത്തിൻ്റെയും നടുവിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ. അപ്പോൾ ഈ മൂത്രസഞ്ചിയിൽ നിന്ന്, ഇത് സെർവിക്സിൽ നിന്ന് ക്യാൻസർ മൂത്രസഞ്ചിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ പോകാൻ പ്രശ്നം, യൂറിനിൽ ബ്ലഡ് വരിക, യൂറിൻ പോകുമ്പോൾ പെയിന്, തടസ്സം, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മലാശയത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മലം പോകാൻ തടസ്സം, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ആവും, ഓർ ബ്ലീഡിങ്, ബ്ലഡ്, മലാശയത്തിൽ കൂടെ ബ്ലഡ് വരാം. പിന്നെ അത് കൂടാണ്ട് ഇത് ബോഡിയിലെ ബാക്കി എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്യാമല്ലോ, അങ്ങനെ വരാം. അപ്പോൾ ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അതെ ഒരു ഘട്ടത്തിലേക്കും നീങ്ങാവുന്നതാണ്. അതെ അതെ. അപ്പോൾ ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വളരെയധികം ഒരു പാഠമായത് മാറണം. വളരെ ചിലവ് കുറഞ്ഞ, ഡോക്ടർ പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞതാണ്. അത് പിന്നെ ഇവർ വരുമ്പോഴൊരു കഴിയുന്നതും ഒരു ആർത്തവം കഴിഞ്ഞ 2ാമത്തെ ആഴ്ചയിൽ വരെയായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് അപ്പോഴാണ് നമുക്ക് കൂടുതൽ സെൽസ് എക്സ്പോളിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതെ. അപ്പോൾ 2ാമത്തെ ആഴ്ചയിൽ വരാം. പിന്നെ അവർക്ക് എനിക്ക് വേറൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിന് വരുന്നതിന് ഒരാഴ്ച മുൻപേ അവർ ലൈംഗിക ബന്ധം ഒഴിവാക്കിയിരിക്കണം. ബിക്കോസ് അതെ അതെ, തയ്യാറെടുപ്പുകൾ വേണം. ലൈംഗിക ബന്ധം ഒഴിവാക്കണം. അതുപോലെ തന്നെ വജൈനൽ ഡൂഷിങ്, അതായത് വജൈനയുടെ ഉള്ളിൽ വാഷ് ചെയ്യും ചില നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ വജൈനൽ ഡൂഷിങ്, വജൈനൽ ടാബ്ലറ്റ്, ക്രീം, അങ്ങനത്തെതെല്ലാം അവോയ്ഡ് ചെയ്യണം. അതൊന്നും യൂസ് ചെയ്തിരിക്കരുത് 1 വീക്ക് മുൻപ്. അങ്ങനെ വേണം. ഇത് ഒരുപാട് പേർക്കൊരു പാഠമായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ ചർച്ച ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ തുടർ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന എപ്പിസോഡുകളിലും ഡോക്ടർ സാന്നിധ്യം ഉണ്ടാകണം. താങ്ക് യു ഡോക്ടർ.